ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് ഹനാൻ ഷാ വിഷയമാണ്. കുറച്ചു നാൾക്ക് മുമ്പ്, അധിക നാളൊന്നും ആയില്ല, നമ്മുടെ സൗദി ദമാമിലെ ഹനാൻഷയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാം നടത്താൻ പറ്റിയില്ല. അടിമുടി പ്രോഗ്രാം പൊട്ടിപ്പോയി. എന്നിട്ട് ഒരു ചിറാപ്പുഞ്ചി ജസ്റ്റ് ഒരു സോങ്ങും പാടി, ഒരു കുറച്ച് ഏതാനും വരികൾ മാത്രം പാടി വന്നവരെ നിരുത്സാഹപ്പെടുത്തേണ്ടെന്ന് കരുതി അദ്ദേഹം മാറി പോവുകയുണ്ടായിരുന്നു. അപ്പം അതിൽ അദ്ദേഹം ഒരുപാട് അപമാനപ്പെട്ടു. ഒരുപാട് കമന്റും കാര്യങ്ങളും ഒക്കെ വന്നു. അദ്ദേഹത്തിന് എതിരായിട്ടാണ് വന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സംഘാടകരോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടുന്ന സ്റ്റേജ് ഡെക്കറേഷൻ സെറ്റപ്പ് ലൈക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല നല്ല എഫക്റ്റീവ് ആണ്. നമ്മൾ അത്രയും ഹ്യൂജ് ആൾക്കാരുള്ളപ്പോഴത്തേക്ക് നമ്മൾ അവരിലേക്ക് നമ്മുടെ പവർ എത്തിക്കണമെങ്കിൽ അതിന് മാത്രമുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ശരിക്കും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന എന്തിനാണ്? നമുക്കത് മാക്സിമം ആസ്വദിക്കാനാണ്. ആ ആസ്വാദനം പ്രതീക്ഷിച്ച് വരുന്ന ജനങ്ങളോട്ട് അത് അതേ രീതിയിൽ കൊടുക്കണമെങ്കിൽ അതിന് ഇണങ്ങുന്ന എത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കണം. അപ്പൊ ഇത് കുറെ നാളായിട്ട് രാവിലെയും കൂടി ഇദ്ദേഹം ചോദിച്ചിരുന്നു, എക്യുപ്മെന്റ്സ് എല്ലാം ശരിയല്ലേ, സൗണ്ട് ബോക്സ് എല്ലാം ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പൊ സംഘാടകര് ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും അറ്റ് എ മൊമെന്റ് സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ഈ സംഭവം ഒന്നുമില്ല, ബോക്സ് ശരിയല്ല, സൗണ്ട് സിസ്റ്റം ശരിയല്ല, ലൈറ്റ് സെറ്റപ്പ് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഇറങ്ങി പോവുകയുണ്ടായി. അതായത് ആൾക്കാരോട് കാര്യം ധരിപ്പിച്ചു. കാരണം ഒരു ഹനാൻഷയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് അധികം ആൾക്കാരും ഫാമിലീസ് ഉൾപ്പെടെ വരും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഇഷ്ടമാണ്, അല്ലെ? ഒരുപാട് ഇഷ്ടമാണ്. നമ്മള് അവിടുന്ന് ഇവിടുന്ന് നല്ല ആൾക്കാർ വരും. നമ്മുടെ മലയാളികളുടെ പ്രോഗ്രാം അല്ലേ, മലയാളികൾക്ക് വിദേശത്ത് നിന്നിട്ട് ഒരു പ്രത്യേക മമതയാണ് നമ്മളോട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ മിനിഞ്ഞാണ് വീണ്ടും ഇതുപോലെ കോഴിക്കോട് ഹനാൻഷയുടെ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. അപ്പോഴത്തേക്ക് ലാത്തി ചാർജ് ആണ് അവിടെ കണ്ടിരുന്നത്. ഇവിടെ ലാത്തി ചാർജ് ഒന്നും ഇല്ലായിരുന്നു. ഗൾഫ് രാജ്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തുള്ള പരിപാടി അല്ലായിരുന്നു, ഫ്രീ ഷോ ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സംഘാടകർക്ക് ഒഴിയാം. പക്ഷെ ഈ കോഴിക്കോട് നടന്ന സംഭവം അങ്ങനെയല്ല. ഇത് 100 രൂപ ടിക്കറ്റോട് ഉൾപ്പെടെയുള്ള ഷോ ആയിരുന്നു. അപ്പം പ്രതീക്ഷിച്ചതിന് കൂടുതൽ ആൾക്കാർ വന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ടിക്കറ്റ് വെച്ചുള്ള ഷോ നടത്തുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ആൾക്കാർ വരുന്നത്? 10-25,000 പേര് അവിടെ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു 2,500-3,000 ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജില്, ഒരു ഗ്രൗണ്ടില് 10-25,000 ആൾക്കാർ തടിച്ചു കൂടുക എന്ന് പറയുമ്പോൾ നിസ്സാര സംഭവമല്ല. അപ്പൊ നമുക്കിത് പറയാനുള്ളത്, ഇത് ആരാണ് ഓർഗനൈസ് ചെയ്തത്, ആരാണോ ഇത് കണ്ടക്ട് ചെയ്തത്, അത് അവരുടെ രീതിയിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്. അപ്പം ഈ ഹനാൻഷെ പോലെയുള്ള ഇത്രയും വ്യക്തികൾ, ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അത് തീർച്ചയായും സംഘാടകരോട് അതിന്റെ ബാക്കി വശങ്ങളും കൂടെ സംസാരിച്ച് അത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ഇങ്ങനെ സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നിങ്ങളിലോട്ട് മാത്രം ഒതുങ്ങും. എന്നുവെച്ചാൽ അദ്ദേഹം ഹനാൻഷ ഇവിടെ ലോക്കലായിട്ട് പാടിക്കൊണ്ട് നടന്ന ഒരുത്തരാണ്. ഇപ്പൊ കണ്ടില്ലേ, 10 പേര് അറിയുന്നെന്ന് കണ്ടപ്പോഴത്തേക്ക് അവന്റെ അഹങ്കാരം കണ്ടില്ലേ, ഇങ്ങനെ ഒരു ടോണിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ജനങ്ങൾ പല വിധമാണ്, പല നയമാണ്, പല അഭിപ്രായങ്ങളാണ്. നമുക്കത് തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് പാകപ്പെട്ടതെല്ലാം ശരിയാണോ, അത് എങ്ങനെയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊരു എത്ര പേർക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ അറിയാം ഹനാൻഷയെ പോലുള്ള വ്യക്തി ഒരാൾ പാടാൻ വരുമ്പോഴത്തേക്ക് എത്രമാത്രം ആൾക്കാർ വരുമെന്ന് അറിയാം. അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എല്ലാം മേക്ക് ഷുവർ ആക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ശരിക്കും ഈ സംഘാടകര് ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണം അറിഞ്ഞോ അറിയാതെ ഇതിനകത്ത് ഹനാൻഷ ഒരു ഭാഗമാകുകയാണ്. അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ക്രെഡിബിലിറ്റിയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ പ്രോഗ്രാമില്, അതായത് കോഴിക്കോട്ട് നടന്ന പ്രോഗ്രാമില് ഒരു ലേഡി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുതെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇന്ന് കാസർഗോഡ് ഫ്രീ പ്രോഗ്രാമിന് പോയിരുന്നു. ഓൺലൈനിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. പോകുമ്പോഴത്തേക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൗഡിൽ അത്യാവശ്യം നല്ല തിങ്ങി ഞെരുങ്ങിയിട്ട് ഒരു 1 hourന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത് തന്നെ. ഞാൻ അവിടെ പോയി ആദ്യം എനിക്ക് ചിന്തിച്ചത്, ഇത്രയും ആൾക്കാരെ ഇത്രയും കുഞ്ഞു സ്ഥലത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സാമാന്യ ബോധം പോലും അവിടെയുള്ള കോർഡിനേറ്റേഴ്സിന് ഉണ്ടായിട്ടില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, നമ്മൾ അകത്തോട്ട് ടിക്കറ്റ് എടുത്ത് കയറി. ഞങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് ജെന്യുവൻ ആണോ എന്ന് പോലും അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പൈസ ഓക്കെ ആൻഡ് ഇത്രയും ടൈമും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹനാൻഷ വന്നിട്ട് ഒരു 4-5 പാട്ട് പാടിയിട്ട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ആള് പോയി. പിന്നെ ഒരു പ്രോപ്പർ സൗണ്ട് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇവര് ഇത്രയും ആൾക്കാർ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഇവർ ഓൺലൈനിലും അല്ലാണ്ട് ടിക്കറ്റ് സെയിൽ ചെയ്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് നേരിട്ട് മാത്രം ടിക്കറ്റ് സെയിൽ ചെയ്താൽ മതിയായിരുന്നു. ഇത് 2 ഭാഗത്തും ടിക്കറ്റ്
ടിക്കറ്റ് സെയിൽ ചെയ്തു. ആൻഡ് ഞങ്ങൾ ഒരു 105 റുപ്പീസാണ് നമ്മൾ പേ ചെയ്തത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 500 ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അകത്ത്. നിങ്ങൾ എന്ത് നീതിയാണ് അവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ളതെന്നാണ്, ഞങ്ങളോടും എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ആങ്കറും എല്ലാവരും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ പറയുക, നമ്മൾ ഫ്രീക്ക് വന്നിട്ട് പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു മിസ്റ്റേക്ക് നിങ്ങളെ നിന്ന് പറ്റി അതുപോലും ആക്സെപ്റ്റ് ചെയ്യാത്ത ആറ്റിറ്റ്യൂഡായിരുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. എൻ്റെ പേഴ്സണലി അഭിപ്രായം എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാശ് കൊടുത്ത് പ്രോഗ്രാം കാണാൻ വന്ന ഒരു ലേഡിയുടെ അനുഭവമാണിത്. ശരിക്കും ഇവര് ഓഫ്ലൈനിലും ഓൺലൈനിലും ടിക്കറ്റ് വിറ്റഴിച്ചു. നമ്മൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ വിജയമായിട്ട് അത് കണക്കാക്കണം. അല്ലാതെ ആ പ്രോഗ്രാമില് കിട്ടുന്ന പൈസ, അതായത് പണം പിരിക്കാനുള്ള ഒരു സോഴ്സ് മാത്രമാകരുത് നിങ്ങളൊരു നാട്ടിലൊരു പ്രോഗ്രാം വെക്കുമ്പോൾ. ഇത് നമ്മുടെ മലയാളികളുടെ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ എല്ലാവരും എത്രത്തോളം പൈസ സമ്പാദിക്കാൻ പറ്റും അത്രയും പൈസ സമ്പാദിക്കാൻ നോക്കും. അത് ഒരു പ്രോഗ്രാം അത് എങ്ങനെ മനോഹരമാക്കണം എന്നുള്ള രീതിക്ക് ഇവിടെ വന്നില്ല. ഇവിടെ സെയിം സിസ്റ്റം തന്നെയാണ് നടന്നത്. എന്ന് വെച്ചെങ്കിൽ പൈസ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ആൾക്കാർക്ക് സൗകര്യമുണ്ടോ എന്താണേലും അവർക്ക് വിഷയമല്ല. അവർക്ക് കുറച്ചും കൂടെ പൈസ ഈ മാക്സിമം പണപ്പിരിവ് ഇങ്ങനെ ബക്കറ്റ് പിരിവ് പോലെ ഇങ്ങനെ പിരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ബലിയേഡായത് ഹനാൻഷെ പോലുള്ള ഒരു കലാകാരനാണ് ഇവർ ഈ പൈസ കുതിക്ക് പിന്നിൽ ബലിയേഡായതെന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പൊ ഹനാൻഷെ നിങ്ങൾ മേക്ക് ഷുവർ വരുത്തുക ഇനി ഇതുപോലത്തെ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് 2K കിഡ്സിനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2K കിഡ്സിന് എന്തിനാണ് കുറ്റം പറയുന്നത്? നിങ്ങൾ ഒരു കോളേജിൽ പ്രോഗ്രാം ചെന്ന് നോക്കൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ ഇനാഗ്രേഷന് മിക്കപ്പോഴും സെലിബ്രിറ്റീസ് ആണ് വരുന്നത്. അപ്പൊ അവര് 2K കിഡ്സിലെ അവർ എത്ര മനോഹരമായിട്ടാണെന്ന് അറിയോ ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത്. അവിടെ അലമ്പും വഴക്കൊന്നുമില്ല. നിങ്ങളും ഈ ഇപ്പം 80ലും 90ലും ആ ഒരു ഇയറിൽ ജനിച്ചു വളർന്ന ഈ ആൾക്കാരൊക്കെ ഇതുപോലെ അടിച്ചുപൊളിയും പൂരപ്പറമ്പിലും ഒക്കെ പോയി തല്ലും ബഹളവും ഉണ്ടാക്കിയും മതിൽ കടന്ന് ചാടിയും എല്ലാം വന്നവരാണ്. പക്ഷെ നമ്മളെക്കാളും ഞാനൊക്കെ 90 കിഡ്സ് ആണ്. നമ്മളെക്കാളും എത്രയോ മെച്യൂരിറ്റി ആയിട്ടാണ് അവര് സംസാരിക്കുന്നത്. എന്നിട്ട് അവരെ വെറും കഞ്ചാവ്, മയക്കുമരുന്ന് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അങ്ങനെ അവരെ അടച്ചാക്ഷേപിച്ച് മാറ്റി നിർത്തുന്ന ഒരു സൊസൈറ്റിയാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും അത് വളരെ മോശമാണ്. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് 2K കിഡ്സ് ഒന്നും അല്ലല്ലോ, 10-40 വയസ്സിന് മുകളിലോട്ടുള്ള ചേട്ടന്മാർ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തിനാണ് വെറുതെ 2K കിഡ്സിനെ കുറ്റം പറഞ്ഞത്? അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത്, ഇത് ആരാണ് ഓർഗനൈസ് ചെയ്തത്? ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ ഫോൾട്ട് ആണ്. പക്ഷെ അവിടെ ബലിയേഡായത് ഹനാൻഷയാണ്. നമ്മൾ സാധാരണ പൂരപ്പറമ്പുകളൊക്കെ നമ്മൾ ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇതിന് മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഇത് വളരെയധികം മോശമായി പോയി. ഇത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ബാധിക്കുന്ന ഹനാൻഷയാണ്. എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോഴത്തെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ.